അപ്പൊ നമുക്ക് ഇന്നൊരു ഹോൾ വീഡിയോ കണ്ടാലോ. അപ്പൊ നമ്മള് മാർക്ക് ആൻഡ് സേവിൽ നിന്നും MS മാക്സിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ നമ്മുടെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ നമുക്ക് അത് എന്നാക്കിയാന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു ഓർഡറിലൊന്നും അല്ല, അപ്പ കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറച്ച് ടോയ്സും ഡ്രസ്സും അതും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മളെ ആദ്യം വാങ്ങിച്ചേക്കുന്ന ഷൂറാക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഷൂറാക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതാണ് കേട്ടോ ഷൂറാക്ക്. ഇത് 4 സ്റ്റാൻഡ് വരുന്ന ഷൂറാക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ MS മാക്സിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അവരവിടെ ഡിസ്പ്ലേ വെച്ചേക്കുന്നത് നമ്മൾ കണ്ടിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോലീസ് കാറാണ് കേട്ടോ. ഇത് നമ്മൾ പാച്ചുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് നേരത്തെ കൊക്കോമെലോണാണ് കാണുന്നത്. ഇപ്പൊ PIB ലിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ പോലീസിന്റെ ഒരു കാർട്ടൂൺ ഉണ്ട്. അപ്പൊ അതാണ് പാച്ചുട്ടി കാണുന്നത്. അപ്പം അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ടോയ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഇതിലൊക്കെ വെക്കില്ല, നമുക്ക് ഇതായിട്ട് റിംഗ് ലൈറ്റിന് പകരം നമ്മുടെ ഫോണിൽ ഫ്ലാഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് കുറെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാധനം ഇതിപ്പോ ഞാൻ ഓൾറെഡി നമ്മുടെ ഫോണിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ എടുത്ത് കാണിക്കാത്ത. ഇതിന് ഒരു ചാർജ് ചെയ്യുന്ന ഒരു കോഡും ഇതിന്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഈ ലൈറ്റ് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബുക്കാണ് കേട്ടോ. ഇത് നമ്മൾ പാച്ചുട്ടിക്ക് ഇപ്പം പാച്ചുട്ടി ABCD ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചു. ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ. ഇത് എങ്ങനെ ഉപയോഗിക്കും എന്നറിഞ്ഞിട്ട് പിന്നെ ബാക്കി വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത് ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ. ഇതാണ് കേട്ടോ ബുക്ക്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെഷറിംഗ് കപ്പാണ് കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ സ്പൂണിന്റെ അളവും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെഷറിംഗ് കപ്പായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇതിൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ എങ്ങനെ എടുക്കാം എന്നുള്ളതും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റുമോന്ന് അറിയില്ല, ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്പൂണിന്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 6 പീസാണ് കേട്ടോ. 6 പീസിന്റെ സെറ്റാണ്. അപ്പൊ ഇത് ഞാൻ മാർക്ക് ആൻഡ് സേവിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു പിന്നിന്റെ സെറ്റാണ് കേട്ടോ. ഇവിടെ എന്തായാലും നമ്മൾ സെഫ്റ്റിപ്പൻ ഉണ്ടെങ്കിലും എവിടെ വെച്ചാലും കാണാതെ പോകുന്ന ഒരു സാധനമാണ് സെഫ്റ്റിപ്പൻ. അപ്പൊ അത് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു നെയിൽ പോളിഷിന്റെ സെറ്റാണ് കേട്ടോ. ഇതില് 6 കളർ വരുന്നുണ്ട്. ഇത് ഒരെണ്ണം ഞാൻ നേരത്തെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് കൂടെ വാങ്ങിയതാണ് കേട്ടോ. ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ നമ്മള് ബർക്കയിലുള്ള മാർക്ക് ആൻഡ് സേവിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ നമ്മള് ബർക്കയിൽ തന്നെയുള്ള MS മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ അത്യാവശ്യം റേറ്റ് കുറവിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ അവിടുന്ന് ഞങ്ങള് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അവിടുന്ന് ഫസ്റ്റ് വാങ്ങിച്ചത് ഞാനൊരു ഷർട്ടാണ് കേട്ടോ. ഈ ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമാണ് ബ്ലാക്ക്. അപ്പൊ അങ്ങനെ എടുത്താണ് ഒരു ബ്ലാക്ക് കളർ ഷർട്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഷോർട്സ് ആണ്. ഈ ഒരു ഷോർട്സ് ഇപ്പൊ ഇവിടെ ചൂട് സമയമല്ലേ, അപ്പൊ നമുക്ക് പാന്റും ഇതൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഷോർട്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ 1-2 എണ്ണം ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 1-2 ഷെയ്ഡിലുള്ളത്. അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് 1-2 ഡ്രസ്സായിരുന്നു കേട്ടോ. അതിലൊന്ന് ഈ ഒരു ഗൗൺ ആണ് കേട്ടോ. ഇതൊരു ഫുൾ ഗൗൺ ആയിട്ടാണ് വരുന്നത്. ഇതാണ് എന്റെ മേൽഭാഗം. ഇതിങ്ങോട്ട് ഇങ്ങനെ ഫുൾ ഗൗൺ ആണ് കേട്ടോ. നമ്മുടെ താഴെ ഫുൾ ലെങ്തിൽ വരുന്നൊരു ഗൗണാണ്. അപ്പൊ ഇത് നമ്മൾ വെറുതെ എടുത്ത് ട്രയൽ ചെയ്ത് നോക്കിയതാ. ട്രയൽ ചെയ്തപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾക്ക് നൈറ്റ് വരാൻ പറ്റുന്ന നൈറ്റ് ഡ്രസ് ഇല്ലേ, അത് 1-2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് പാന്റ് വരുന്നത്. ഇത് ഫുൾ പാന്റ് ആണ്. ഈ പാന്റും പിന്നെ അതിന്റെ തന്നെ ഈ ഒരു ബനിയനും സെറ്റ് വരുന്നത്, ഈ ഒരു ഫുൾ സെറ്റ് വരുന്നത്. ഇത് നമ്മള് 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് നൈറ്റ് ഇടാൻ വേണ്ടിയിട്ട്. നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പാച്ചുട്ടിക്ക് 1-2 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഈ ഗ്രീൻ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞൊരു ഷോർട്സും ഉണ്ട്, ബനിയനും ഉണ്ട്. അപ്പൊ പിന്നെ വേറൊരു സെറ്റോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അത്. ഇതാണ് കേട്ടോ ഒരെണ്ണം. ഇതും പിന്നെ ഇതിന്റെ ഒരു ഷോർട്സും വരുന്നത് ഇങ്ങനത്തെ 2 ഷെയ്ഡിൽ വരുന്ന ഇത് കൂട്ട് 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാച്ചുട്ടിക്ക് കുട്ടി ഷോർട്സ് ഇഷ്ടമാണ്. നമ്മളിപ്പം പറഞ്ഞ പോലെ ചൂട് സമയമല്ലേ, അപ്പൊ വേറെ പാന്റ് ഒന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവന് നമ്മള് ഒരു 1-2 ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ഇത് കുറച്ച് ലൂസാണ്, ഓൾട്ടർ ചെയ്യണം. അതിന്റെ കുഴപ്പമില്ല, നമുക്ക്
ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതൊരു 3 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്ലിപ്പിന്റെ സെറ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റ് ഓറും ഉണ്ടായിരുന്നു. ഇത് 20 പീസിന്റെ വുഡൻ ക്ലിപ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു സ്പൈഡർമാന്റെ ബാഗാണ് കേട്ടോ. ഇതാണ് ബാഗ് വരുന്നത്. ഇത് ലൈറ്റ് തെളിയുന്ന ബാഗാണ്. ഇത് നമ്മുടെ സ്പൈഡർമാന്റെ തലയിലോ ഇവിടെയോ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ലൈറ്റ് തെളിയും കേട്ടോ. ഇതേ കണ്ടോ, ഇതുപോലെ പല കളറായിട്ടൊക്കെ LED ലൈറ്റ്സ് വരുന്ന സ്പൈഡർമാന്റെ ബാഗാണ് കേട്ടോ. ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ബാഗായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് വാങ്ങിച്ച ബാഗ്. എൻ്റെ ബാഗ് ഓൾറെഡി അത് മുഴുവൻ പൊട്ടിപ്പോയി. അപ്പൊ എനിക്കൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു ഇതുണ്ട്, നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു വള്ളിയുണ്ട്. പിന്നെ സിബൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് വേറെ കള്ളികളൊന്നുമില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് അത്യാവശ്യം ഒരു പേഴ്സ് ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നമുക്കിതിങ്ങനെ സൈഡിൽ തൂക്കിയിട്ടിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇതാണ് കേട്ടോ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബാഗ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്പാച്ചുല സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് സ്പാച്ചുല വരുന്നുണ്ട്, ബ്രഷും വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിനകത്ത് സെറ്റ് വരുന്ന ഒരു ഹാൻഡ് വിസ്ക് ഉണ്ട്, പിന്നെ 2 സ്പാച്ചുലയും പിന്നെ ഒരു ബ്രഷും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു 4 പീസിന്റെ സെറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. ഇത് 3 എണ്ണത്തിന്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ഉള്ള സാധനം. പാച്ചുവിനൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ എപ്പോഴും ചോക്ലേറ്റും ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ അത് ഫുള്ള് കയ്യിലും മുഖത്തും ഒക്കെ ആക്കും. അപ്പൊ നമുക്ക് എന്താണെങ്കിലും വെറ്റ് വൈപ്സ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പം പിന്നെ അവനൊന്നും ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ ഞാനൊരു വെറ്റ് വൈപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ക്രബാണ് കേട്ടോ. ഇത് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബാണ്. ഇത് നമ്മൾ പല കളറിലുള്ള കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 10 എണ്ണത്തിന്റെ സെറ്റാണ് കേട്ടോ. ഈ ഒരു സെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോയ് സെറ്റാണ് കേട്ടോ. ഇത് ഓൾറെഡി പൊട്ടിച്ച് പല വഴിക്കൊക്കെ ആയിരിക്കും പറക്കിക്കൊണ്ട് വന്നതാണ്. ഇത് നമ്മൾ പാച്ചുട്ടിക്കാതെ വാങ്ങിച്ചതാണ്. ഇതിനകത്ത് ഇങ്ങനത്തെ കുറെ ആനിമൽസും സാധനങ്ങളും ഒക്കെ വരുന്ന സെറ്റാണ് കേട്ടോ. ഇതൊക്കെ നമ്മള് അവിടെ സെയിലിൽ കണ്ടപ്പോ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ 106 പീസിന്റെ കേക്ക് സെറ്റാണ് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതില് എന്തൊക്കെ സാധനങ്ങളാണ് വന്നിട്ടുള്ളത്, എത്ര എണ്ണം ഉണ്ടെന്നുള്ളതിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ അവരുടെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് അത് നമുക്ക് വായിച്ച് നോക്കിയിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. ഫസ്റ്റ് വന്നിട്ട് ഇതേ ഒരു കപ്പ് കേക്കിന്റെ സെറ്റാണ് കേട്ടോ. ഇത് സിലിക്കോൺ സെറ്റാണ്. നമ്മളിപ്പം വൺസ് നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് പുഡിങ്ങോ കപ്പ് കേക്കോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു സിലിക്കോണിന്റെ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. മറ്റേ നമ്മുടെ കപ്പ് കേക്കിന്റെ കപ്പ് പോലെ കളയണ്ട. പിന്നെ നമ്മൾ ഇതിനകത്തുണ്ടായിരുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഇതിൽ ഐസിങ് പെന്നാണ്. നമുക്കിതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് എഴുതാനോ അല്ലെങ്കിൽ നമുക്ക് ഐസിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐസിങ് പെന്നാണ് കേട്ടോ ഇത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു സിസറാണ് കേട്ടോ. നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പൊ നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കത് ഇതിലേക്ക് വെക്കാൻ പറ്റും. ഇതാണ് കേട്ടോ സാധനം. ഈ ഒരു സാധനത്തില് ഈ കാണുന്ന സാധനം ഇല്ലേ, ഇതില് നമുക്ക് നമ്മുടെ ഐസിങ് ബാഗ് വെച്ചിട്ട് പൂവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കേക്കിലേക്ക് ഇത് വെക്കാൻ പറ്റും. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഇങ്ങനത്തെ നോസിൽസ് വരുന്നുണ്ട് കേട്ടോ. ഇത് വലുതും ഉണ്ട്, വലിയ ബാഗിൻ്റെതും ഉണ്ട്, ചെറുതും ഉണ്ട്. ഓരോ സൈസ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ പല ഷേപ്പിലുള്ളത് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റിയ നോസിൽസ് ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ വലിയ നോസിലും പിന്നെ ഇത് ചെറുതുമാണ് കേട്ടോ. അതിന്റെ ചെറിയ സൈസും. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മുടെ പൈപ്പിംഗ് ബാഗ് വരുന്നുണ്ട്. ഇതും സിലിക്കോൺ മെറ്റീരിയൽ ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗാണ് കേട്ടോ. ഇതിൽ നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. ഇതിൽ നമുക്കിങ്ങനെ നമ്മുടെ ക്രീം ഫില്ല് ചെയ്തിട്ട് ഈ നോസിലും കൂടെ ഇട്ടിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതൊക്കെ നമ്മൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും കളയണ്ട, വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നല്ലേ, റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു സെറ്റായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മുടെ കേക്കിന്റെ സൈഡൊക്കെ ഷേപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഇത് തന്നെ വേണമെന്നില്ല, നമ്മൾ നാട്ടിൽ വെച്ചിട്ട് ഞാൻ നമ്മുടെ പഴയ ATM കാർഡാണ് കേട്ടോ യൂസ് ചെയ്തോണ്ടിരുന്നത്. ATM കാർഡ് വെച്ചിട്ട് നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നീറ്റ് ഫിനിഷിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ ഒക്കെ നമുക്ക് കേക്കിൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ, കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മൾ കേക്കൊക്കെ കേക്കിന്റെ സ്പഞ്ചൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേ നമുക്കത് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ത്രെഡ് വെച്ചിട്ട് കട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഓരോ കേക്കിന്റെ സ്പഞ്ച് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. പിന്നെ വരുന്നത് ഇങ്ങനത്തെ 2 നൈഫാണ് കേട്ടോ. ഇത് ഐസിങ് നൈഫാണ്. ഇത് 2 എണ്ണം വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ ഇത് വെച്ചിട്ട് വൺസ് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്കിപ്പം നമ്മുടെ കേക്ക് ചെയ്യുന്ന ട്രേന്ന് നമ്മുടെ കേക്ക് ബോർഡ് ഉണ്ടല്ലോ, ബോർഡിലേക്ക് നമുക്ക് കേക്ക് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു സ്ലോപ്പ് ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാനും പറ്റും. അപ്പൊ അങ്ങനത്തെ 2 എണ്ണമാണ് കേട്ടോ ഇതുള്ളത്. പിന്നെ വരുന്നത് ഈ ഒരു ടേൺ ടേബിൾ ആണ് കേട്ടോ. ഈ ടേൺ ടേബിളാണ് വരുന്നത്. ഇത് ഒരെണ്ണം നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. നമ്മള് പാച്ചുട്ടിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയതൊരെണ്ണം നാട്ടിയിരിപ്പുണ്ട്. പിന്നെ ഇതിനോട് സെറ്റായിട്ട് വന്നപ്പോൾ നമ്മൾ വാങ്ങിയെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് കേട്ടോ സാധനം. അപ്പൊ ഇതിന് വെച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കറക്കാൻ പറ്റും നന്നായിട്ട്. അപ്പൊ ഇത് ഈ ഒരു സെറ്റിന്റെ കൂടെ തന്നെ വരുന്നതാ. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ടേൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഐസിങ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഇത് യൂസ് ചെയ്യാം. നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ കേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ ഈ ഒരു ടേൺ ടേബിൾ വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ വരുന്നത് ഒരു കേക്ക് ബോർഡാണ്. ഇതാണ് കേട്ടോ കേക്ക് ബോർഡ്. ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ടേൺ ടേബിൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്തിട്ട് ഈ ഒരു നൈഫ് കൊണ്ട് നമുക്ക് ആ കേക്കിനെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഇതിലേക്ക് ബോർഡിലേക്ക് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു ഐസിങ് ബാഗുകളാണ് കേട്ടോ. ഇത് നമുക്ക് വൺസ് യൂസ് ചെയ്തിട്ട് കളയാനേ പറ്റുള്ളൂ, റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറെ ഐസിങ് ബാഗ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നിനും നോസിലിട്ട് കൊടുത്തിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ഐസിങ് ചെയ്താൽ മതിയാവൂല. അപ്പൊ അങ്ങനത്തെ ഒരു ഐസിങ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാല് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമായിരുന്നു. നമുക്ക് ഓവൻ ഉണ്ടായിരുന്നു, അല്ലാതെ ഞാൻ നമ്മുടെ പാനിൽ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഐസിങ് കേക്ക് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ എനിക്കിത് ഐസിങ് കേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ സെല്ല് ചെയ്യാനൊന്നും അല്ല, നമ്മുടെ വീട്ടിലെ യൂസിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഓൺലൈൻ വഴി പഠിക്കുന്നുണ്ട്. സെല്ല് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലൈസൻസ് എടുക്കണം കേട്ടോ. ലൈസൻസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫുഡ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കേക്ക്സും ഫുഡും ഒക്കെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പം അത്രയൊന്നും ആയിട്ടില്ല, നമ്മൾ പയ്യെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ ഓൺലൈനായിട്ട് നമ്മൾ ഒരു കേക്കിന്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടെ ആയിട്ട് ആ ഒരു യൂസിന് വേണ്ടിയിട്ടൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ മാർക്ക് ആൻഡ് സേവിന്നും MS മാക്സിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സെയിലൊന്നും അല്ലായിരുന്നു. നമ്മളൊന്ന് പുറത്ത് പോയപ്പം നമ്മൾ വ്ലോഗിൽ പറഞ്ഞില്ലേ, ഇച്ചാനും ഫ്രണ്ട്സ് അവരുടെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ പോയപ്പോൾ അവർക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ കൂടെ നമ്മളും പോയതാ. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പം സെയിലില് 1-2 കാര്യങ്ങളൊക്കെ സെയിലിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിയത്. പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മുടെ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 1-2 പേരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്ര രൂപയായി എന്നും കൂടെ പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ കുറച്ച് പാടാ. കാരണം വീഡിയോ പിന്നെ കുറെ ലെങ്ത് ആയി പോവും. നമ്മൾ ഇവിടുത്തെ റേറ്റിലല്ലേ വാങ്ങിക്കുന്നത്. അപ്പൊ അത് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെ പൈസയിലേക്ക് പറയുമ്പോഴത്തേക്കിനും കുറെ ഒരു 1-2 മണിക്കൂറിന്റെ വീഡിയോ ആയി പോകും. അല്ലാതെ നമ്മൾ കുറെ എഡിറ്റ് ചെയ്തിട്ടല്ലേ കട്ട് ചെയ്താണല്ലോ ഇത്രയും ഒരു 20 മിനിറ്റ് 30 മിനിറ്റിന്റെ വീഡിയോ ആക്കുന്നത്. അപ്പൊ അതിലേക്ക് ഇതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ കുറെ ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും പറയാത്തെ. പിന്നെ എൻ്റെ അടുത്ത് എന്തിൻ്റെങ്കിലും റേറ്റ് അറിയണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ പോയി വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പരും
എൻ്റെ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തേക്കാം. അപ്പം അതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം. അപ്പം ഞാൻ ഡീറ്റെയിൽസ് പേഴ്സണലായിട്ട് അയച്ചു തരാം കേട്ടോ. കാരണം ഇതായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ഒത്തിരി ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണേ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഹോൾ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ട് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡിയും എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം കേട്ടോ. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം അതുവരെ